SITയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന പരിശോധന അവസാനിച്ചു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച പരിശോധന രാത്രി 11:20 അവസാനിപ്പിച്ചത്. വിവരങ്ങൾ നൽകാനായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു. എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് SITക്ക് ശേഖരിക്കാനായത്? അന്വേഷണ സംഘം അവിടെ നിന്ന് മടങ്ങിയോ? ഹിമ, കഴിഞ്ഞ 2 ദിവസങ്ങളായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇഞ്ചിക്കലിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി കിളിമാനൂരിന് സമീപത്തുള്ള പുളിമാത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. ക്രൈംബ്രാഞ്ച് DSPയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനയുടെ ആദ്യഘട്ടം മുതൽ തന്നെ വീട്ടിന്റെ അകത്തും പുറത്തും മുകളിലത്തെ നിലയിലൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുകയുണ്ടായി. വീട്ടിൽ നിന്ന് ചില നിർണായക രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. എന്തായാലും ഈ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ലഭിച്ച രേഖകളും അതുപോലെ തന്നെ ഈ 2 കേസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാണെങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമാണ് മറ്റു പ്രതികളായി ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തെ തെളിവെടുപ്പിന് മുമ്പ് ഇവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഹിമ. ശരി ജിബിൻ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT സംഘത്തിന്റെ പരിശോധനയുണ്ടായിരുന്നത്.